ബാക്ക് ടു ADV സഞ്ചാരീസ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളൊരു റൈഡിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ തമിഴ്നാട്ടിലെ ഒരു അടിപൊളി സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന സ്ഥലം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം കാണുന്നത്. നമ്മൾ ഒരുപാട് വീഡിയോസിലും ഒരുപാട് സിനിമകളിലുമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ നേരിട്ട് ഇങ്ങനൊരു സ്ഥലം കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. പോരാതിന് നമ്മളിപ്പോൾ ഏകദേശം തെന്മലയോട് അടുത്തിട്ടുണ്ട്. ഈ രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് മൊത്തം നല്ല കോടയുണ്ട്. പക്ഷെ നമ്മുടെ വഴിമുടക്കായിട്ട് ഈ ടാങ്കർ ലോറികൾ ഒരുപാടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വണ്ടി ഓടിക്കുന്നതിനൊരു ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നിങ്ങൾ വന്ന കാര്യമായി. നമുക്ക് ഓവർടേക്ക് ചെയ്യാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഓക്കേ, അങ്ങനെ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടാങ്കർ ലോറിയെ. നല്ല ഫോഗുണ്ട്. നല്ല ഫോഗെന്ന് പറഞ്ഞാൽ നല്ല ഫോഗ്. പിന്നെ വൈസറിനകത്ത് ആൻറ്റി ഫോഗ് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം അകത്തുനിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഉള്ള ഫോഗാണല്ലോ വൈസറിനകത്ത് പിടിക്കാത്തത്. പക്ഷെ പുറത്തുനിന്നുള്ള ഫോഗ് നല്ല രീതിയിൽ വൈസറിനകത്ത് പിടിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരു ചെറിയ മങ്ങലുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ നേരം വെളുത്ത് വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് ലോറികൾ വീഴ്ച എടുത്തുകൊണ്ടൊക്കെ വരുന്നുണ്ട്. ഇച്ചിരി ഡേഞ്ചറസ് ആണ്. എന്നാലും നമുക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ റോഡാണ് കേട്ടോ ഈ ഒരു ഹൈ റേഞ്ച് ഏരിയ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതിരാവിലെ ഈ ഒരു അതിരാവിലെ ഈ ഒരു കോട മഞ്ഞിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ എൻ്റെ മോനെ, വേറെ മൂഡ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. നമ്മൾ തൂത്തുക്കുടിക്ക് അടുത്തുള്ളൊരു സ്ഥലത്തോട്ട് പോവുക. ഇനി ഇവിടുന്ന് ഏകദേശം 163 കിലോമീറ്ററോടെ ഉണ്ട്. ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂറൂടെ വണ്ടി ഓടിക്കണമെന്നാണ് പറയുന്നത്. അത്രയൊന്നും എടുക്കത്തില്ല. ഈ ഒരു റോഡ് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ കൂടെ സ്പീഡിലങ്ങ് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇനി നമുക്ക് തമിഴ്നാട് എത്തിയിട്ട് നമ്മുടെ സ്ഥിരം വ്യൂ ഉണ്ട്. ആ ഒരു സ്ഥിരം വ്യൂവിൽ ഞാൻ വണ്ടി നിർത്തുന്നതായിരിക്കും നിങ്ങളത് കാണിച്ചു തന്നിരിക്കുക. എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം അത് ഏത് സ്ഥലം ആണ് എന്ന്. ഓക്കെ, ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. തമിഴ്നാട്ടിൽ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കേരളത്തിലോട്ട് തിരിഞ്ഞ് നോക്കുക. അതാണ്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കിട്ടുന്നൊരു വ്യൂ ഇതാണ് നമുക്ക് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത്. കഴിഞ്ഞ 2-3 വീഡിയോസിലും ഞാൻ ഈ സെയിം വ്യൂ, ഞാൻ എപ്പോൾ ഈ വഴി വന്നിട്ടുണ്ടെങ്കിൽ അന്നേരം എല്ലാം ഞാൻ ഈ വ്യൂ ഞാൻ പകർത്തി നിങ്ങളെ കാണിച്ചു തരാറുണ്ട്. എത്ര കണ്ടാലും മടുക്കാത്തൊരു വ്യൂ ആണ്. നമ്മൾ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൻ്റെ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചുരം ഇറങ്ങി താഴോട്ട് വന്ന് തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്ത് വണ്ടി ഇവിടെ അങ്ങോട്ട് ഒതുക്കി നിർത്തിയിട്ട് തിരിഞ്ഞ് നമ്മുടെ സ്വന്തം കേരളത്തിലോട്ട് നിന്ന് നോക്കുക. ആ ചുറ്റുള്ള മലനിരകൾ നോക്കുക. 4 വശവും ആ ഒരു മലനിരകളും. അതാണ് രാജാത്തോട്ടം മലനിരകൾ. അതിൻ്റെ മുകളിൽ അത്രയും കോട കണ്ടോ. എപ്പോൾ ചെന്നാലും അതിൻ്റെ മുകളിൽ കോടയാണ്. താഴെ നിന്ന് നോക്കുമ്പോൾ പോലും അത്രയും കോട. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അതിമാരൊക്കെ കോടയായിരിക്കും അതിൻ്റെ മുകളിലൊക്കെ. ഈ മലനിരകളൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പം ആ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, ആ ഒരു വൈബുണ്ടല്ലോ, അത് ഒരു രക്ഷയില്ല. ഞാൻ എന്ന് വന്നാലും എപ്പോൾ വന്നാലും ഈ വഴിയും പാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കും. വ്ളോഗ് എടുക്കാനായിട്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ആ ഒരു വീഡിയോ പകർത്തിയിട്ട് ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. നമ്മൾ തൂത്തുക്കുടിയിലോട്ടാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ കാണാൻ ഒരു അഡ്വഞ്ചർ ലുക്കൊക്കെ ഉണ്ടെങ്കിലും വലിയ അഡ്വഞ്ചറൊന്നുമല്ല. അതായത് പിന്നെ നമ്മൾ ടോപ്പ് ബോക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധനം കണ്ടല്ല, നല്ല അത്യാവശ്യം നല്ല കിടിലം സംഭവമാണ്. നല്ല നമ്മുടെ ബാൻഡിഡോസിൻ്റെ JV റേസിങ്ങിൻ്റെ ടോപ്പ് ബോക്സ് ആണ്. അത്യാവശ്യം ലോക്കാണെങ്കിൽ 45 ലിറ്ററാണ്. ലോക്കും ഇതൊക്കെ ഉണ്ട്. താക്കോല് തിരിച്ചാൽ നമുക്ക് സാധനം ഊരി എടുക്കാനും പറ്റത്തുള്ളൂ, ഇത് തുറക്കാനും പറ്റത്തുള്ളൂ. അല്ല ഒരു പെട്ടെന്നൊരാൾക്ക് വന്ന് പെട്ടെന്ന് വലിച്ചൂരി എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റത്തൊന്നുമില്ല. അത് നമുക്ക് ദൂരയാത്രകളിലൊക്കെ നമുക്ക് അത്യാവശ്യം വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ മാറി എങ്ങോട്ടെങ്കിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ്. പിന്നെ ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ചെറിയൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സ്റ്റിക്കറൊക്കെ കുറേ അടിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് മാത്രമാണ് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ ചരക്ക് ലോറികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ചുരത്തിൽ അവർ ഹെയർപിൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ പാടുപെട്ട്, കുറച്ച് ബ്ലോക്കായിരുന്നു. ഇപ്പം നെൽപ്പാടം കാര്യങ്ങളൊക്കെ. ഇപ്പോൾ തമിഴ്നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പരന്ന പ്രദേശമാണ്. നമ്മുടെ കേരളം മലകളൊക്കെ നിറഞ്ഞാണെങ്കിൽ ആ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു പ്രദേശമാണ്. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ഒരു സൈഡിൽ മൊത്തം കുന്നുകളും മലകളും കുന്നുകളും എല്ലാം കൂടെ നിൽക്കുന്നു. താഴെയാണെങ്കിൽ മൊത്തം വിശാലമായ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും അടങ്ങി കൃഷിഭൂമി. അത് പ്രത്യേക വൈബാണ്. ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇളം കാറ്റും. രാവിലെ ആണെങ്കിൽ ഒരു ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വലിയ മഞ്ഞൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിനി യാത്ര തുടരുകയാണ്. നമ്മൾ തൂത്തുക്കുടിയിലോട്ടാണ് പോകുന്നത്. തൂത്തുക്കുടിയിലൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ആ സ്ഥലം ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്,
101 രൂപയെ? അവിടെ എത്ര? അവിടെ എത്രടാ? 107 ആയതല്ലായിരുന്നു, കുറഞ്ഞാ? 4 രൂപയുടെ വ്യത്യാസം. 10 ലിറ്റർ ആകുമ്പോൾ 40 രൂപയുടെ വ്യത്യാസം. ഹലോ ഗൈസ്, നമ്മളിപ്പം തെങ്കാശി തിരുനെൽവേലി റൂട്ടിലാണ്. ഇതിപ്പോൾ തെങ്കാശിയിൽ നിന്ന് തിരുനെൽവേലിക്കുള്ള ആ ഒരു ഹൈവേ ആണിത്. ഹൈവേ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാതെ മാരക ഹൈവേ. പിന്നെ റോഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര റോങ് ആണ്. കാരണം ഇത് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി, അപ്പുറത്തെ സൈഡാണ് ഇങ്ങോട്ട് വരാനുള്ള വഴി. പക്ഷേ ഈ സൈഡിൽ കൂടെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ ഓടി വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മയമില്ലാത്ത ക്രോസിംഗ് ആണ് ആൾക്കാർ ചെയ്യുന്നത്. ബസ് ഇവിടെ സ്റ്റോപ്പാണ് കേട്ടോ, ആൾക്കാരെ കയറ്റാൻ വേണ്ടി നിർത്തുകയാണ്. റോഡ് നല്ല രസമാണ്, നമുക്ക് നല്ല രീതിയിൽ കയറിപ്പോകാം. പക്ഷേ ആൾക്കാർ ക്രോസ് ചെയ്യുന്നു, വണ്ടിയോട്ട് വട്ടം വയ്ക്കുന്നു, അതൊരു വല്ലാത്തൊരു സീനാണ്. പിന്നെ തമിഴ്നാടാകുമ്പോൾ അറിയാമല്ലോ, മുക്കിന് അമ്പലങ്ങളാണ്. ഒരുപാട് അമ്പലങ്ങൾ വഴിയരികിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വിജനമായ സ്ഥലമാണ്. ഫാക്ടറീസാണ് അവിടെ ഇവിടെയൊക്കെ ഫാക്ടറീസാണ്. ഫാക്ടറീസിൻ്റെ ഇടയ്ക്ക് ഏക്കർ കണക്കിന് സ്ഥലം. പിന്നെ വീടുകളൊന്നും ഇല്ല ഈ ഭാഗത്തൊന്നും. കൂടുതലും എന്തൊക്കെയോ വലിയ വലിയ ഫാക്ടറീസോ ബിൽഡിങ്ങുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. താമസിക്കാൻ പറ്റിയ വീടുകളൊന്നും അല്ല. ഇതുണ്ടല്ലോ വിജനമായിട്ട് കിടക്കുക, വിജനമായിട്ടുള്ള ഇതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഏക്കർ കണക്കിന് ലൈൻ കമ്പികളും കാര്യങ്ങളും കാറ്റാടി മരങ്ങളും ഒക്കെയാണ്. നമുക്ക് നൈസൊരു മൂഡിൽ വണ്ടി ഓടിച്ച് വരാൻ പറ്റിയ റോഡാണ് കേട്ടോ. നല്ല രീതിയിൽ ക്രോസ് വിൻഡ് ഉണ്ട്. നല്ല വിജനമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്രോസ് വിൻഡ് അടിക്കുന്നുണ്ട്. എനിക്കൊരു 140 വരെയൊക്കെ കയറ്റാൻ പറ്റിയിട്ടുള്ളൂ. അതിനപ്പുറത്തോട്ട് വണ്ടി കയറ്റുമ്പം എന്തോ എനിക്കൊരു ടെൻഷൻ, ഒരു പേടി പോലെ. കാരണം അമ്മാതിരി കാറ്റടിക്കുന്നത്. ഈ ഒരു സ്പീഡിലൊക്കെ നമുക്ക് നൈസൊരു വൈബിൽ അങ്ങ് പോകാൻ പറ്റും. ഒരു 145 വരെയൊക്കെ ഞാൻ നൈസായിട്ട് ഒരു ക്രൂസ് ചെയ്യാൻ പറ്റും. അതിനപ്പുറത്തോട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്രോസ് വിൻഡ്, അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങളടുത്ത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു തൂത്തുക്കുടിയിലൊരു സ്ഥലത്തൊക്കെയാണെന്ന്. ഇതിന് മുന്നേ ഞാൻ അങ്ങനെ ഒരു സ്ഥലം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് സിനിമകളിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. നേരിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനൊരു സ്ഥലം കിടക്കുമ്പോൾ നമ്മളത് എങ്ങനെ വേണ്ടാന്ന് വെക്കും. അതുകൊണ്ട് ഞാൻ നേരെ അങ്ങ് പോയി കാണാൻ നിർത്തി. നിങ്ങളിപ്പം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര പുഷ് ചെയ്തൊക്കെ കയറി പോകുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അതിമാരകമായൊരു സ്ഥലമാണ് എന്നൊന്നും വിചാരിക്കരുത്. അത് എന്നെ പോലുള്ളവർക്ക് യാത്ര പ്രണയിക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും എന്നെനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അത്രയ്ക്കൊരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നുമില്ല. പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, കോർണർ ചെയ്യുന്ന സമയത്ത് അങ്ങ് ലെഫ്റ്റ് സൈഡിലോ അയ്യത്തോട്ടൊക്കെ ബൈക്കുമായിട്ട് ആൾ പോകുന്നത്. ഞാനിപ്പോൾ അതേപോലൊരു ചെറുതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിലോട്ടുള്ള നമ്മുടെ ഫോക്കസ് മാറുമ്പോഴാണ്. കാരണം വണ്ടി എങ്ങോട്ടാണ് എടുത്ത് വെക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തോട്ട് വേണം നമ്മൾ ഫോക്കസ് കൊടുക്കാൻ. അല്ലാതെ കണ്ട തോന്നിയിടത്തോട്ടൊക്കെ അല്ലെങ്കിൽ ആ വളവിൻ്റെ മൂലയ്ക്ക് അയ്യത്തോട്ടൊക്കെ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി അങ്ങോട്ട് തന്നെ പോകും. അതാണ് നമ്മുടെ അത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഇതാണ്. അതിപ്പോൾ എങ്ങനെ അത് സയൻറ്റിഫിക്കലി അത് പറഞ്ഞു തരണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മളിപ്പം തിയറിയിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കലി ആണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എങ്ങോട്ടാണോ ചെയ്യേണ്ടത്, വളയ്ക്കേണ്ട എങ്ങോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിൽ ആ ഒരു സ്ഥലത്തോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. അല്ലാതെ സൈഡിലുള്ള ആൾക്കാരെയോ മരങ്ങളെയോ വീടോ വണ്ടിയോ ഒന്നും നമ്മൾ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ എനിക്ക് പറ്റാൻ പോയതുപോലെ പറ്റും.
ഞാനിപ്പോൾ നിങ്ങളത് സംസാരിച്ച് വന്നതുകൊണ്ട് എനിക്ക് നൈസായിട്ട് താളം തെറ്റാറായതാണ്. പക്ഷേ നമ്മൾ കോർണർ അല്ല ജയിച്ചത്, നാച്ചുറൽ വളവായതുകൊണ്ട് പിടിച്ചു നിർത്തി. ഒരു പക്ഷേ അത് കോർണറിങ് ആയിരുന്നെങ്കിൽ എൻ്റെ കൈ നിൽക്കത്തില്ലായിരുന്നു. റോഡിലോട്ട് തന്നെ നോക്കി ഓട്ടിക്കുക. നല്ല കിടിലൻ റോഡാണ്, അടിപൊളി റോഡാണ്. ഗിയർ മാറാൻ പോലും കാല് ഫൂട്ട് റെസ്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. കാല് ഫൂട്ട് റെസ്റ്റിൽ നിന്ന് കൂടി ചലിപ്പിക്കുമ്പോഴേ കാല് ബാക്കിലോട്ട് അമ്മാതിരി കാറ്റടിക്കുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാർ ഇവിടെ പിന്നെ ഒരു കുഴപ്പമില്ല, നൈസായിട്ടൊരു മൂഡിലങ്ങ് ഇറങ്ങി പൊക്കുള്ളൂ ആൾക്കാർ. കാരണം സീബ്ര ക്രോസിങ്ങിൽ കൂടെ ഒക്കെ നൈസായിട്ടങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ തെങ്കാശി തിരുനെൽവേലി ഹൈവേ വഴി വണ്ടി ഓട്ടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഈ റോഡ് എങ്ങനെയാണെന്നും. ഞാൻ ധനുഷ്കോടിയിലും കന്യാകുമാരിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എനിക്ക് മുന്നേ ഉണ്ടായിട്ടില്ല. കാരണം 1-2 അടുത്ത് ആൾക്കാരടുത്ത് വട്ടം വെക്കുക. ഞാനിവിടെ 120-ലും 130-ലൊക്കെ ആയിരിക്കും വണ്ടി, മനസ്സിലായില്ലേ? കാരണം നമ്മളറിയുന്നത് ഇത് 1 വേ ആണ്. ആരും ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വണ്ടി എടുത്തുകൊണ്ട് ആൾക്കാർ വരുമെന്ന് നമ്മളറിയുന്നു. അല്ല 1-2 കണാപ്പന്മാർ ഓപ്പോസിറ്റ് സൈഡ് ഇതിലേ കൂടെ തന്നെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഞാനാ ദൂരെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ, കാരണം നമ്മളായിരിക്കും അങ്ങോട്ട് പോവാണ്. ഒരു ഇച്ചിരി അടുത്തെത്താറാകുമ്പോഴാണ് കണാപ്പന്മാർ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് അറിയാം, വരണ്ടു പോകും. അയ്യോ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. വേറൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ തമിഴ്നാട്ടിൽ. ഇപ്പോൾ കരിക്കാണോ തേങ്ങയാണ്, കരിക്കാന്ന് തോന്നുന്നു. കരിക്ക് കൊണ്ടുപോകുന്നത് ഈ കടകളിലെ റോഡ് സൈഡിലെ കടകളിലൊക്കെ കരിക്ക് വിൽക്കാൻ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള റീറ്റെയിൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുമായിരിക്കും. റോഡ് നൈസാണ്, കട്ടറും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ തമിഴ്നാട്ടിലെ എല്ലാ റോഡുകളും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഓക്കെ, നമുക്കിനി കുറേ കൂടെ അങ്ങോട്ട് പോയിട്ട് കാണാം. നമുക്കിനി ഏകദേശം 62 കിലോമീറ്റർ കൂടി ഉണ്ട്. 62 കിലോമീറ്റർ. 9:45 സമയം. 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ വേറെ 1-2 സ്ഥലത്തൊക്കെ കയറി. ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുള്ള തിരുമല കോവിലൊക്കെ കയറിയതുകൊണ്ടാണ് അത്ര സമയം ലേറ്റായത്. അല്ലെങ്കിൽ നമ്മൾ കുറേ മുന്നേ നമ്മളങ്ങ് എത്തിയേനെ. ഓ, നൈസ് മൂഡ്. അടിപൊളി സ്ഥലം. വണ്ടി ഒന്ന് നിർത്താൻ പറ്റിയായിരുന്നെങ്കിൽ കൊള്ളാല്ലേടാ. വണ്ടി ഇവിടെ നിർത്താനുള്ളൊരു ഗ്യാപ്പ് ഇല്ല. തിരക്ക് കുറവാണ്. എന്ന് പറഞ്ഞാൽ ഹൈവേ കയറിച്ച് നമുക്ക് വണ്ടി നിർത്താൻ പറ്റത്തില്ലല്ലോ. സൈഡിൽ കലിങ്ക് പണിഞ്ഞിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് റോഡിന് നടുക്കുന്നത് ആനയോ അല്ല ആടോ. ഒരു കൂട്ടം ആടുകൾ റോഡിൽ മേയാൻ വിട്ടിരിക്കുക. എന്നേട്ടാ, തമിഴ്നാട്ടിലുള്ള പ്രത്യേകത ഇതാ, പശു, ആട്, പട്ടി ഇതൊക്കെ കൂട്ടത്തോടെ റോഡിന് നടുക്കുവന്ന് പെറ്റി കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പം ദൂരെ കൂട്ടി നോക്കിയെങ്കിലേ തമിഴ്നാട്ടിലുള്ള ഹൈവേ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പേര് കമൻസും കാര്യങ്ങളൊക്കെ ഇടും പല വീഡിയോസിൻ്റെ താഴെ. എൻ്റെ അല്ല, മറ്റുള്ളവരുടെ വീഡിയോസിൻ്റെ താഴെ കണ്ടിട്ടുണ്ട് കേരളത്തിലെ റോഡാണ് ഏറ്റവും മോശം, മറ്റേതാണ് മറിച്ചാണ്. ശരിയാണ്, ഇച്ചിരി കുണ്ടും കുഴിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് മനസമാധാനത്തോടെ ഓടിക്കാൻ പറ്റുന്നത് കേരളത്തിൽ തന്നെ. ഞാൻ ഓടിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും സെക്യൂറായിട്ട് തോന്നിയേക്കുന്ന റോഡ് വണ്ടി ഓടിക്കാൻ അത് കേരളത്തിലാണ്. കുറച്ച് കുണ്ടും കുഴി സഹിച്ചാലും ആരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന് കയറത്തില്ല. റയറായിട്ട് വല്ല കണാപ്പന്മാരും വന്ന് കയറുന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ള 60% ആൾക്കാരും ആ രീതിയിൽ തന്നെ. അത് കണ്ടില്ല, ഒരു കൂസലും ഇല്ലാതെ നടക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ലാവശ്യമായിട്ട് നടന്നങ്ങ് പോവുക. ഇവിടെ ഇങ്ങനെ തിരക്കുള്ള ആയതുകൊണ്ട് വണ്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കുറവായിരിക്കും. ആ ഒരു കോൺഫിഡൻ്റ് അയാൾക്ക് ഉണ്ടാവും. പക്ഷെ വരുന്ന നമുക്ക് ആ കോൺഫിഡൻറ്റ് കാണത്തില്ലല്ലോ. അയാൾ എങ്ങോട്ട് വട്ടം ചാടുമെന്ന് അയാൾക്കല്ലേ അറിയാം. അയാളുടെ മനസ്സ് വായിക്കാൻ നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ വലിയ ഹൈവേന്ന് ഏതൊക്കെയോ ചെറിയ ടൗണിലോട്ടൊക്കെ കയറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കയറി പോയി നോക്കാം.